എന്നോടൊരാൾ ഇങ്ങനെ ചോദിച്ചു, നീ പ്രാർത്ഥിച്ച എല്ലാവർക്കും സാധിച്ചു കിട്ടി, നിനക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നതെന്ന്. അപ്പം ഞാൻ മാതാവിനോട് കെറിവിച്ചു, മാതാവേ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ തന്നതെന്ന് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു, നിനക്ക് അങ്ങനെ ആയിപ്പോയത് വേറൊന്നും കൊണ്ടല്ല, ഇനി തൊട്ട് കൊച്ച് പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ സമയം പ്രാർത്ഥിച്ചിട്ട് ബാക്കി സമയം പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും എനിക്ക് സപ്പോർട്ടായി നിന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതില്ല എന്ന് വിചാരിച്ചാൽ രണ്ടാമത് എക്സാമിന് ഡേറ്റ് എടുത്തു. ഞാൻ വെളുപ്പിന് 3 മണിക്ക് എണീക്കാൻ തുടങ്ങി. 3 മണിക്ക് എണീറ്റ് കൈ പിടിച്ച് ഞാൻ ജപമാല ചൊല്ലും. അത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യം കേൾക്കും. എന്നിട്ട് ഞാൻ പഠിക്കാൻ കയറത്തുള്ളൂ. അതെന്തോരം എനിക്ക് അത് ചെയ്തു തീർക്കാൻ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നീതു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഒക്ടോബറിലാണ് കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ പപ്പായ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പപ്പായ്ക്ക് HB കൗണ്ട് ഒത്തിരി കൂടുതലായിരുന്നു. 17 മുകളിൽ 17.5 ആ റേഞ്ചായിരുന്നു. എന്നിട്ട് പപ്പ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന ആളാണ്, ഒരു മെക്കാനിക്കാണ്. പക്ഷേ ഈ കൗണ്ട് കൂടിയ ശേഷം പപ്പ ഇരുന്നിടത്തിരുന്ന് ഉറങ്ങിപ്പോവും, അങ്ങനെ ഒരു ഒട്ടും ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങൾ അത്യാവശ്യം പറ്റുന്ന എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ഒത്തിരി ടെസ്റ്റ് ചെയ്തു. അവർക്ക് ഒരു കുഴപ്പമില്ല. ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് HB കൗണ്ട് കൂടിയതായിരുന്നു. അവസാനം ക്യാൻസർ ടെസ്റ്റ് വരെ ഞങ്ങൾ ചെയ്തു. 17.5 വരെ വന്നായിരുന്നു. അവസാനം ഞങ്ങൾ ക്യാൻസറിൻ്റെ ടെസ്റ്റ് വരെ ചെയ്തു. ഒത്തിരി വിഷമിച്ചു ഞങ്ങൾ ആ സമയത്ത്. അങ്ങനെ ഒരു ഡോക്ടറാണ് പറഞ്ഞത്, ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, 1000-ൽ ഒരാൾക്ക് മാത്രം വരുന്നൊരു അസുഖമാണ്. ഇതിനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കണക്ക് ബ്ലഡ് ബാഗിൽ കളക്ട് ചെയ്ത് കളയുക. അപ്പോൾ എപ്പോഴൊക്കെ കൂടുന്നോ അപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യണം, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ ഇതിനില്ല. അപ്പം 2 തവണ ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തളർന്നു പോവുക. അത്ര ആക്റ്റീവായിട്ട് നിന്ന ഒരാൾ പിറ്റേ ദിവസം കട്ടിലേന്ന് ഭക്ഷണം കഴിക്കാൻ പോലും എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ എൻ്റെ പപ്പായ്ക്ക് വേണ്ടി വെച്ചു. 2022 ഒക്ടോബർ തൊട്ട് 2023 നവംബർ വരെ ഒരു പ്രാവശ്യം പോലും അതിനുശേഷം കൗണ്ട് കൂടിയിട്ടില്ല. ഇതുവരെ പപ്പാക്ക് പിന്നെ ബ്ലഡ് അങ്ങനെ കളയേണ്ടതായിട്ട് വന്നിട്ടില്ല. മാതാവിന് 1000 നന്ദി. എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയായിരുന്നു. ചേച്ചി കുവൈറ്റിൽ പോയി. അപ്പം കൊണ്ടുപോയ ഏജൻസി പറഞ്ഞായിരുന്നു ചെന്നിട്ട് അവിടുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പാസ്സാകണമെന്നുള്ളത്. പക്ഷേ അവൾ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഒന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, വിളിക്കാമെന്ന് പറയും, ആരും വിളിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒത്തിരി വിഷമിച്ചു. ആളും ഭയങ്കരമായിട്ടും വിഷമത്തിലായി. അങ്ങനെ ചേച്ചിയുടെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ചേച്ചിക്ക് നല്ലൊരു ജോലി കിട്ടി, നല്ല സാലറി ജോലി കിട്ടി. ഇപ്പോൾ അവൾ സന്തോഷമായിട്ടിരിക്കുന്നു. മാതാവിന് 1000 നന്ദി. പിന്നെ എൻ്റെ മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത്, ഞാനൊരു നേഴ്സാണ്. എനിക്ക് പുറത്തേക്ക് പോകണമെന്നോ അങ്ങനെ ഒരു നല്ല ജോലിയിൽ നല്ല സാലറി അങ്ങനെ ഒരു ഡ്രീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ബാംഗ്ലൂരിൽ എവിടെയും തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, ഫാമിലിയായിട്ട് നിൽക്കണം, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സീനിയറായിട്ട് പൂനെയിൽ വർക്ക് ചെയ്തൊരു ചേച്ചി എന്നെ കോൺടാക്റ്റ് ചെയ്ത് വെറുതെ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു ചേച്ചി എക്സാമിന് OETക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്നുണ്ടെന്ന്. ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു 3 പ്രാവശ്യം എഴുതി, ഇത്രയും പൈസയായി, ഇനി എഴുതുന്നില്ല, നിർത്തുക, മടുത്തു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ വിഷമം പറഞ്ഞാലും അപ്പോൾ ഉടനെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ഫോട്ടോ എടുത്ത് എൻ്റെ ഫോണിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്തിട്ട് ഞാൻ പറയും, ഇത് വെച്ച് പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും നടക്കും എന്ന് പറയും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ചേച്ചിക്കും പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ എഴുതി നോക്കാം, ഞാൻ നോക്കട്ടെ എന്ന് ഒന്ന് പരീക്ഷിക്കുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ നീ ചെറുതാക്കൽ, ചേച്ചിയുടെ മുമ്പിൽ ഞാൻ മാതാവ് സാധിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് 2020 ഫെബ്രുവരിയിൽ നടക്കുന്നത്, 2022 ഫെബ്രുവരിയിൽ. 2022 സെപ്റ്റംബറിൽ ചേച്ചി മെസ്സേജ് അയച്ചു, നീതു ഞാൻ UK പോകുവാണ്, നീ പറഞ്ഞതുപോലെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത്, ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ എഴുതി ഈ പ്രാർത്ഥിച്ചിട്ട് 2 പേരും പാസ്സായി. അപ്പോൾ എറണാകുളത്ത് വെച്ചിട്ടാണ് ചേച്ചിക്ക് CBTയുടെ എക്സാം. കൃപാസനത്തിൽ വന്ന് നിനക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവിന് നന്ദിയും പറഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ചേച്ചി പറഞ്ഞു, നീ പറഞ്ഞിട്ട് ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിയത്, അപ്പോൾ എന്നെ ഇത്ര അനുഗ്രഹിച്ചെങ്കിൽ നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതുവരെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ നിയോഗത്തിൽ എൻ്റെ എക്സാമിൻ്റെ കാര്യം എഴുതി.
അങ്ങനെ ഞാൻ IELTS ചേർന്നു. ഓൺലൈനായിട്ടാണ് പഠിച്ചു തുടങ്ങിയത്. നല്ലപോലെ പഠിച്ചു. വെച്ചാൽ എൻ്റെ പ്രയോറിറ്റി പഠിത്തത്തിനായിരുന്നു. ഉടമ്പടിയിലെ നിബന്ധനകൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ബൈബിൾ വായന കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് മാത്രം വായിക്കും, പിന്നെ അങ്ങോട്ട് മടിയായി. എന്നാലും ഞാൻ പഠിച്ചു. രാവിലെയും വൈകുന്നേരമൊക്കെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു. എക്സാമിന് വന്നു. അപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വന്നില്ല. ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, ഓക്കെ, അപ്പം ഉടമ്പടി കാശുരൂപമായിട്ട് പോയി എക്സാം എഴുതാമെന്നൊക്കെ പറഞ്ഞ് എക്സാം എഴുതി. എളുപ്പമായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. റിസൾട്ട് വന്നു. 3 മൊഡ്യൂളിന് 7 കിട്ടി. റൈറ്റിങ്ങിന് 6.5 വേണ്ട അടുത്ത് 6 ആയി. എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞു, നിനക്കിത് കിട്ടിയാൽ പോരാ, നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. റീവാലുവേഷൻ കൊടുത്തു, അവിടെയും പോയി. അപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പം എന്നോടൊരാൾ ഇങ്ങനെ ചോദിച്ചു, നീ പ്രാർത്ഥിച്ച എല്ലാവർക്കും സാധിച്ചു കിട്ടി, നിനക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നതെന്ന്. അപ്പം ഞാൻ മാതാവിനോട് കെറിവിച്ചു, മാതാവേ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ തന്നതെന്ന് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു, നിനക്ക് അങ്ങനെ ആയിപ്പോയത് വേറെ ഒന്നും കൊണ്ടല്ല, ഇനി തൊട്ട് കൊച്ച് പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ സമയം പ്രാർത്ഥിച്ചിട്ട് ബാക്കി സമയം പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും എനിക്ക് സപ്പോർട്ടായി നിന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതില്ല എന്ന് വിചാരിച്ച് ഞാൻ 2ാമത് എക്സാമിന് ഡേറ്റ് എടുത്തു. ഞാൻ വെളുപ്പിന് 3 മണിക്ക് എണീക്കാൻ തുടങ്ങി. 3 മണിക്ക് എണീറ്റ് കൈ പിടിച്ച് ഞാൻ ജപമാല ചൊല്ലും. അത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യം കേൾക്കും. എന്നിട്ട് ഞാൻ പഠിക്കാൻ കയറത്തുള്ളൂ. അതെന്തോരം എനിക്ക് അത് ചെയ്തു തീർക്കാൻ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. ഉടമ്പടിയുടെ നിബന്ധന ഫോളോ ചെയ്യാൻ തുടങ്ങി. എത്ര ക്ഷീണം ഉണ്ടെങ്കിലും അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ ഞാൻ രാത്രി കിടക്കില്ല. അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ ആ ഒരു റുട്ടീന് ഞാൻ തന്നെ ക്രമീകരിച്ചു. എക്സാമിന് മുമ്പ് എനിക്ക് വാശിയായിരുന്നു, എന്തൊക്കെ വന്നാലും അച്ഛനെ കണ്ട് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ പോകത്തുള്ളെന്ന്. ഞാനിവിടെ വന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചു. അച്ഛൻ എൻ്റെ ഹോൾ ടിക്കറ്റ് വെഞ്ചരിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സാകുമെന്ന്. അങ്ങനെ ജൂൺ 3 ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു. അപ്പോൾ ഞാൻ സ്പീക്കിംഗ് കയറിനേക്കാട്ട് മുമ്പാണെങ്കിലും ഞാൻ തൈലം വെച്ച് പാസ്പോർട്ടിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുകൂടാതെ ബാക്കിയുള്ള മൊഡ്യൂളിലും അതുപോലെ തന്നെ ചെയ്തു. ഞാൻ കോട്ടയത്ത് പോയി, എനിക്കറിയാത്ത നാട്ടിൽ പോയി ഞാൻ പത്രം കൊടുത്തു. അതുപോലെ തന്നെ 4 മൊഡ്യൂളിൽ ഞാൻ 4 കാശുരൂപം വാങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഇത് ഞാൻ ആർക്കൊക്കെ കൊടുക്കുമോ അവരെ കൂടി നീ പാസ്സാക്കി തന്നെയെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കറിയില്ല ഞാൻ കൊടുത്തവർ ക്രിസ്ത്യൻസ് ആണോ നോൺ ക്രിസ്ത്യൻസ് ആണോ ഒന്നും അറിയില്ല. ഞാൻ അവർക്കും കൊടുത്തു. പക്ഷേ അവർക്കും മാതാവിനെ അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ പാസ്സാകുമെന്ന്. 2ാമത്തെ എക്സാമിന് ലിസണിങ് ആണ് IELTS ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂള്. പക്ഷേ എനിക്ക് ലിസണിങ് 12 ഞാൻ കേട്ടില്ല. 12 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ കേട്ടില്ല. എനിക്ക് 7 കിട്ടണമെന്നുണ്ടെങ്കിൽ 30 എബോവ് വേണം 7 കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു കയ്യിൽ നിന്ന് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഈ ഒരു മൈൻഡിലാണ് അത് കഴിഞ്ഞിട്ടുള്ള റീഡിങ് ഞാൻ ചെയ്തത്. പക്ഷേ ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ ഷോളിൽ ഇങ്ങനെ കോർത്തിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് എൻ്റെ ആൻസർ പേപ്പറിൽ കുരിശ് വരച്ചിട്ട് പറഞ്ഞു, മാതാവേ ഞാൻ രക്ഷപ്പെട്ട ഞാൻ വഴി എൻ്റെ 3 കുടുംബം രക്ഷപ്പെടുന്നത്. അപ്പം ഇനി ഇതിന് വേണ്ടി എന്നെ തോപ്പിച്ച് ഞാൻ പരീക്ഷ ഹാളിൽ കയറില്ല. അമ്മയ്ക്ക് തീരുമാനിക്കാൻ ഞാൻ പാസ്സാകണം വേണ്ടതെന്ന്. ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് ഇറങ്ങി വന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണേന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു വിഷമം ആ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എക്സാമിന് റിസൾട്ട് വരുന്ന കാര്യം മറന്നുപോയി. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എപ്പോഴും ഞാനിങ്ങനെ പറയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇങ്ങനെ ഒരു സുഹൃദേവം കണക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. റിസൾട്ട് വരുന്ന തലേ ദിവസം ഞാൻ ആലോചിക്കണം നാളെ റിസൾട്ട് വരുമെന്ന്. എന്നിട്ട് ഞാൻ രാവിലെ 5:30 ആകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ടൈം 5:30 ആകുമ്പോൾ റിസൾട്ട് വരും. റിസൾട്ട് വന്നപ്പം എനിക്ക് എന്താണോ പാടായിരുന്നത് ആ മൊഡ്യൂളിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. ലിസണിങ് 7 വേണ്ടടുത്ത് 7.5, റീഡിങ് 7.5, സ്പീക്കിംഗ് 7 ആൻഡ് റൈറ്റിംഗ് 6.5. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് നേരത്തെ പറഞ്ഞ കണക്ക് ആരെ കോൺടാക്ട് ചെയ്യും എന്ത് ചെയ്യും ഒന്നും അറിയില്ല. ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 29 അപ്പം ചേച്ചിയോടൊക്കെ എൻ്റെ സീനിയേഴ്സിനൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 2 to 3 months, ചിലപ്പം 6 months ഒക്കെ വരെ എടുക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒക്ടോബർ 28 ജപമാല റാലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പം എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് കോള് വന്നു, വിസ സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ട് വന്നിട്ടുണ്ട്, പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അത് 1 മാസം പോലും എടുക്കാതെ എൻ്റെ കാര്യങ്ങൾ അമ്മ മാതാവ് സ്പീഡപ്പാക്കി തന്നു. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ജപമാല റാലി കൂടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. പക്ഷേ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലീവ് കിട്ടത്തില്ലെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അവനോട് എൻ്റെ ആഗ്രഹം പറഞ്ഞില്ല. 28 ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വിസ ഓഫീസിലേക്ക് പോകുന്ന ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. 2 വീലറിലായിരുന്നു ഞാൻ, ഹസ്ബൻഡ്, 2 വയസ്സുള്ള എൻ്റെ കുഞ്ഞ്, 3 പേരും വണ്ടിയിൽ നിന്ന് വീണു.
ആരുടെയും തെറ്റ് പറയാൻ പറ്റില്ല. ഓയിൽ ഉണ്ടായിരുന്നു, ഫ്രണ്ട് വീൽ ടച്ചായ ഉടനെ റൈറ്റ് സൈഡിലേക്ക് മറിയുമായിരുന്നു. കുഞ്ഞിന് തല ഇടിക്കുന്നത് കണ്ടിട്ട് തല ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൈ കുഞ്ഞിന് തലയിൽ അടി വെച്ച് കൊടുത്തു. പക്ഷേ എന്നാലും ആ വിരലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തുകൂടി തല ഇടിച്ചു. കുഞ്ഞ് വൊമിറ്റ് ചെയ്തു. ഹസ്ബൻഡ് അത്യാവശ്യം പരിക്കുണ്ടായി. എനിക്ക് മാത്രം പറയത്തക്ക രീതിയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വിസ ഓഫീസിൽ പോയി. അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർക്ക് ഹെഡ് ഇഞ്ചുറി ഉള്ളതുകൊണ്ടാണ് കുഞ്ഞ് വൊമിറ്റ് ചെയ്തതെന്ന്. CT എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി കുഞ്ഞിന് 2 ദിവസമേ പനി ഉണ്ടായി. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത റിസൾട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഡെങ്കു പോസിറ്റീവ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹസ്ബൻഡ് വേറെ ഹോസ്പിറ്റൽ, കുഞ്ഞ് പീഡിയാട്രിക് ഹോസ്പിറ്റൽ, എൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട്, അങ്ങനെ ആരുമില്ല നിൽക്കുന്നൊരവസ്ഥ. കൊച്ച് CTക്ക് വില്ലിങ് ആവുന്നില്ല. 2 വയസ്സുള്ള കുഞ്ഞ് മെഷീനിൽ സൗണ്ട് കേൾക്കുമ്പോൾ അവൾ എണീറ്റ് വരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചപ്പോൾ അവൻ പറഞ്ഞ് നമുക്കിനി നാട്ടിലേക്ക് പോകാം, ഇവിടെ നമുക്ക് കൊച്ചിനൊന്ന് കൈമാറി പിടിക്കാൻ പോലും ആരുമില്ല, നമുക്ക് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടും പ്ലാൻഡ് അല്ലാതെ 23rd മൺഡേ ഞങ്ങൾ രാവിലെ ഇവിടെ എത്തി. അന്ന് തന്നെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അന്ന് കൊച്ചിൻ്റെ കൗണ്ട് 2.5 ആയിരുന്നു പ്ലേറ്റ്ലെറ്റിൻ്റെത്. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ജർമ്മൻ റാലി കൂടണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എൻ്റെ കുഞ്ഞിന് സൗഖ്യപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മാതാവിൻ്റെ ജർമ്മൻ റാലിക്ക് വന്നിരിക്കുമെന്ന്. ഞങ്ങൾ വ്യാഴാഴ്ച വീണ്ടും ചെക്ക് ചെയ്തു. അപ്പം കുഞ്ഞിൻ്റെ കൗണ്ട് 2.4 ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെങ്കു ഉള്ള കൊച്ചിൻ്റെ കൗണ്ട് നല്ലപോലെ കുറയണം, പക്ഷേ ഇത് കുറയുന്നില്ല, അത്യാവശ്യം സ്റ്റേബിളായിട്ട് തന്നെ പോകുന്നുണ്ട്, അപ്പം പേടിക്കണ്ട, ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്ങനെയാണ് വീട്ടിൽ ഇതുവരെ നോക്കി അതുപോലെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ 28-ാം തീയതി റാലിക്ക്, അപ്പം ഞാൻ ഉപവാസം, തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഉപവാസം എടുത്തായിരിക്കും ഞാൻ ഈ റാലി പൂർത്തിയാക്കുന്നതെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണേന്ന്. അങ്ങനെ തന്നെ എനിക്ക് ആ റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. റാലി കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ഏകദേശം 3 മണിയൊക്കെ ആയപ്പോഴേക്കുമാണ് എനിക്ക് വിസ പാസ്പോർട്ട് വന്നു എന്നും പറഞ്ഞ് കോൾ വരുന്നത്. ഇതുപോലെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹം മാതാവിനിക്ക് വന്നിട്ടുണ്ട്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.